അപ്പോൾ ഗായ്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളെ ജയൻ രവിയുടെ ഒരു ഇൻ്റർവ്യൂ. ജയൻ രവി അല്ല, ഇപ്പോൾ രവി മോഹനാണ്. അപ്പം ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അത് നല്ലൊരു സാഡായിപ്പോയി. അതിനെ പറ്റിയുള്ളൊരു റിയാക്ഷനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുതിയൊരു റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്നലെ ഒരു സാഡ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു നമ്മുടെ രവി മോഹൻ. നല്ലൊരു ഇൻ്റർവ്യൂ, നല്ല സാഡായിപ്പോയി പറയണ കേട്ടിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷനായിട്ട് ആ വീഡിയോ ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നത്. കേട്ടിട്ട് എല്ലാവരും ഞെട്ടിപ്പോയി. എല്ലാ 90s കിഡ്സിനും അറിയായിരിക്കും ആരാണ് രവി മോഹൻ. ഇപ്പോഴാണ് ജയൻ രവി ആയിരുന്നു, ആക്ച്വലി അറിയാമല്ലോ എല്ലാവർക്കും. ജയൻ രവി ആയിരുന്നു, ഇപ്പോൾ രവി മോഹനായി. അപ്പം അത് എന്താണ് കാര്യം, എന്താണ് എല്ലാം. ഇന്നലെ ഒരു അപ്രതീക്ഷിത പ്രസ് മീറ്റിലൂടെ പുള്ളിക്കാരൻ വന്ന് പറഞ്ഞായിരുന്നു, പല കാര്യങ്ങളും സംസാരിച്ചു. അപ്പം അതെന്തൊക്കെയാണ് സംസാരിച്ചത്, കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിലും ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം നിങ്ങൾക്ക്. നിങ്ങളത് ആലോചിച്ചുകൊണ്ടിരുന്നാൽ മതി. എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. എന്തായാലും നല്ലൊരു സാഡായിപ്പോയി. പെട്ടെന്ന് പുള്ളിക്കാരൻ അങ്ങനെ വന്ന് ഇൻ്റർവ്യൂവിൽ കരഞ്ഞ്, നല്ല സാഡായിപ്പോയി. ആ ഒരു കരച്ചിൽ കേട്ട്, അതും അലറി വിളിച്ച് അത്ര അനുഭവിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സീനായിപ്പോയി. അത് കേട്ടതും നല്ല വിഷമായി ആകെ. കാരണം നമ്മളെ കണ്ട ആളല്ല പുള്ളിക്കാരൻ. അപ്പം എന്താണ് പുള്ളിക്കാരൻ പറഞ്ഞത്, കാര്യങ്ങളെല്ലാം നമുക്ക് പറയാം. രവി മോഹൻ എന്താണ് പറഞ്ഞതെന്നെല്ലാം ഞാൻ ഇതിലൂടെ പറയാം. മറ്റേത് ഞാൻ വീഡിയോ അല്ലെങ്കിൽ കുറച്ച് ഹൈലൈറ്റ്സ്, ഫോട്ടോസ് ഞാൻ ഇട്ടിരിക്കാം. എൻ്റെ കിട്ടണമെങ്കിൽ ഞാൻ ഇട്ടിരിക്കാം. ബാക്കി പറഞ്ഞതാണ് ഞാൻ മെയിൻലി ഇതിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഒന്നാമത്തെ കാര്യം പറഞ്ഞത്, ഐ വാസ് മാരീഡ് ഫോർ 14 years. ഷീ ഹർസെൽഫ് സെഡ് ഐ നെവർ ഈവൻ സ്കോൾഡഡ് ഹർ വൺസ്. 14 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് എന്നിട്ട് ഇതുവരെ ഞാൻ ഒരു പ്രാവശ്യം പോലും സ്കോൾഡ് ചെയ്തിട്ടില്ല. രവി മോഹൻ സ്കോൾഡ് ചെയ്തിട്ടില്ല എന്ന് പുള്ളിക്കാരിയെ. ആരാണോ കല്യാണം കഴിഞ്ഞില്ലേ, അതിൽ കല്യാണം കഴിഞ്ഞ ആളെ ഇതുവരെ ഇത് ചെയ്തിട്ടില്ല. ഇപ്പം സെപ്പറേറ്റഡ് ആണ്, ഡൈവേഴ്സ് ആയില്ല, സെപ്പറേറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പം അതാണ് പറയണത്. പിന്നെ പറയുന്നത്, ഐ സ്റ്റേഡ് സൈലൻറ്റ് ഫോർ 2 years ബിക്കോസ് 2 വർഷമായി ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ട്. 2 വർഷമായിട്ട് മിണ്ടാതെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, സത്യങ്ങൾ നാച്ചുറലായിട്ട് തന്നെ അത് പുറത്ത് വരണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ there are still many surprises waiting to be revealed. കുറേ കാര്യങ്ങളുണ്ട് ഇനി എനിക്ക് റിവീലാക്കാൻ വെളിയിൽ. അതുകൊണ്ട് എനിക്കിപ്പോൾ അത്ര ഫ്രസ്ട്രേറ്റഡ് ആയതുകൊണ്ട് ഞാൻ വന്ന് കാര്യങ്ങൾ പറയുന്നതാണ് എന്ന് പറഞ്ഞു. പിന്നെ ഐ നെവർ സ്പോക്ക് എഗെയിൻസ്റ്റ് ഹർ ഫോർ 14 years. 14 വർഷമായിട്ട് എഗെയിൻസ്റ്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല, പക്ഷേ ഇന്ന് ഞാൻ പറയും എന്നാണ് രവി മോഹൻ പറയുന്നത്. പിന്നെ പറഞ്ഞത്, ഷീ ബ്ലാക്ക്മെയിൽഡ് മീ. ബ്ലാക്ക്മെയിൽ ചെയ്തെന്ന് അവൾ. ഷീ കട്ട് ഹെർ ഹാൻഡ് ആൻഡ് ബ്ലാക്ക്മെയിൽഡ് മീ ടു മാരി ഹെർ. അവൾ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ഹാൻഡ് ഇല്ല, മാരി ചെയ്തില്ലെങ്കിൽ അതുകൊണ്ട് ചെയ്യേണ്ടി വന്നു. ടു മാരി ഹെർ ഓൺലി ദെൻ ഐ മാരീഡ് ഹെർ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ മാരി ചെയ്തത് അവളെ, അല്ലാതെ വേറെ ഒന്നുമില്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഫ്രം ഡേ 1 ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ എ ഹെല്ലിഷ് ലൈഫ്. 1ാം ദിവസം മുതൽ ഹെല്ല് ലൈഫാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. മീൻസ് അത്രയും എനിക്ക് തോന്നും പ്രോസസ്സും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ കാണും, അവരെ പേഴ്സണൽ കാര്യങ്ങൾ നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ ഇന്നലെ വല്ലാത്തൊരു സാഡായിപ്പോയി പുള്ളിക്കാരൻ. പിന്നെ പറയണ, ദൈവം ഡിഡ് ബ്ലാക്ക് മാജിക് വരെ പുള്ളിക്കാരൻ്റെ അടുത്ത് ചെയ്തിട്ടുണ്ട്. ഐ ആം ഡൈയിങ് സ്ലോലി ബട്ട് ബിഫോർ ഐ ഡൈ ഐ വിൽ ഫിനിഷ് എവരിവൺ. പയ്യെ ഞാൻ തന്നെ ഇപ്പോൾ മരിച്ചുകൊണ്ടിരിക്കുക വേദന കാരണം. പക്ഷേ ഞാൻ മരിക്കുന്നതിന് മുന്നേ ഞാൻ എല്ലാവരെയും കൊല്ലും എന്നാണ് പറയുന്നത്. ഐ സ്റ്റാർട്ടഡ് ഹേർട്ടിങ് മൈ ഹാൻഡ്. സ്വന്തം കൈ തന്നെ ഹേർട്ട് ചെയ്യാൻ തുടങ്ങി. അതും ഇന്നലത്തെ ഇൻ്റർവ്യൂവിൽ പുള്ളിക്കാരൻ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ കാണിച്ച് ഇവിടെ ഹേർട്ടിൻ്റെ ചെയ്യാൻ വേണ്ടെന്ന് പറഞ്ഞു. ഐ കാൺ ലീവ് വിത്തൗട്ട് മൈ ചിൽഡ്രനെ വിട്ട് ജീവിക്കാൻ എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞു. പിന്നെ പറഞ്ഞു, ദേ ആർ നോട്ട് ഈവൻ അലോയിങ് മീ ടു സീ മൈ ചിൽഡ്രൻ.
ചിൽഡ്രനെ കാണാൻ പോലും സമ്മതിക്കുന്നില്ല. അങ്ങനത്തെ അത്ര അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. മൈ ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ് ഇൻ ലൈഫ് വെയർ വിത്ത് ദം. സന്തോഷ നിമിഷങ്ങൾ എന്ന് പറയാൻ വേണ്ടി അവരെ കൂടെ നിൽക്കുന്ന സമയത്ത് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഹൗ ക്യാൻ ഐ ലീവ് മൈ ചിൽഡ്രൻ? എങ്ങനെ എൻ്റെ പിള്ളേരെ ഞാൻ വിടും എന്നാണ് ചോദിക്കുന്നത്. പ്ലീസ് ഡോണ്ട് ക്വസ്റ്റ്യൻ മൈ അഫെക്ഷൻ ഫോർ ദം വെൻ യു ഡോണ്ട് നോ ദ റിയാലിറ്റി. കുട്ടികളെ ഇവിടെ ആരോ ചോദിച്ചായിരുന്നു, അപ്പോഴാണിത് പറഞ്ഞത്. പാസത്തിനെ പറ്റി അങ്ങനെ എന്തോ അങ്ങനെയാണ്. ഈ ക്വസ്റ്റ്യൻ റിയാലിറ്റി അറിയാതെ നിങ്ങളിങ്ങനെ ചോദിക്കല് എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. അത് നല്ല ദേഷ്യത്തിലായിരുന്നു. ഇന്നലെ കരഞ്ഞ് അത്ര ഇതായി. ഐ യൂസ് ടു പ്ലേ ചെസ്റ്റ് വിത്ത് മൈ ബോയ് എവറി ഡേ ആൻഡ് ഈവൻ ലോസ് ഇൻറ്റൻഷ്യലി. പുള്ളിക്കാരൻ കുട്ടിയുടെ കൂടെ രാത്രി ചെസ് കളിക്കും, എന്നിട്ട് മനഃപൂർവ്വം തോറ്റു കൊടുക്കും കുട്ടിക്ക് വേണ്ടി. അത്ര ഒരു നല്ല മനുഷ്യനാണ്. പിന്നെ പറഞ്ഞു, ഫോർ 6 months ഐ വെൻ മിസ്സിങ് മെൻ്റലി ആൻഡ് ഇമോഷണലി. 6 മാസം ഞാൻ മിസ്സായിരുന്നു. മെൻ്റലിയും ഫിസിക്കലി ഞാൻ നല്ല ഇമോഷണലി ഭയങ്കര സിക്കായിരുന്നു. അങ്ങനത്തെ രീതിയിൽ. സ്റ്റിൽ പീപ്പിൾ ഓൺലി ആസ്ക്ഡ് ഹൗ വുഡ് ഐ റിട്ടേൺ ഫോർ ഷൂട്ടിംഗ്. എന്നിട്ട് ചോദിച്ചത് എപ്പോഴാണ് ഞാൻ ഷൂട്ടിങ്ങിന് വരുന്നത്, എന്താണ്, അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. ഐ ഈവൻ മെയ്ഡ് ദം പ്രൊഡ്യൂസേഴ്സ്. ഞാനാണ് പ്രൊഡ്യൂസറായ. കെനീഷ മൈ ടാർഗറ്റഡ് ബിക്കോസ് ഓഫ് സൈബർ ബുള്ളിങ് ആൻഡ് ഇവഞ്ച്വലി ലെഫ്റ്റ് മീ. ലെറ്റർ സ്റ്റേ ഹാപ്പി വേർ എവർ ഷീ ഈസ്. അങ്ങനത്തെ ഒരാളുണ്ടായിരുന്നു. കെനീഷ വാസ് ടാർഗറ്റഡ് ബിക്കോസ് ഓഫ് സൈബർ ബുള്ളിങ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനെ വിട്ടിട്ട് പോയി. ലെറ്റർ സ്റ്റേ ഹാപ്പി വേർ എവർ ഷീ ഈസ് അങ്ങനെ പറഞ്ഞു. പിന്നെ പറഞ്ഞ് ഐ സ്റ്റാർട്ടഡ് ഹേർട്ടിങ് മൈസെൽഫ്. സ്വന്തമായിട്ട് തന്നെ ഹേർട്ട് ചെയ്യുന്നത്. കൈൻ്റെ ഒരു പടം കാണിക്കുന്നുണ്ട്. അത് നിങ്ങളൊക്കെ കണ്ടാണെന്ന് വിശ്വസിക്കുന്ന, പക്ഷേ ഞാൻ ഇത് മൊത്തം വിശദീകരിച്ച് പറയുക. പിന്നെ സൂമിൻ ചെയ്ത് കാണിച്ചു കൊടുത്തു. പോയിന്റ് ഔട്ട് ദ സ്ലിറ്റ് ഓൺ ഇസ് റിസ്റ്റ് വെയിൻ അങ്ങനെ കാണിച്ചു. ഐ വിൽ ഡെഫിനറ്റ്ലി പാസ് അവേ വൺ ഡേ. ഒരു ദിവസം ഞാൻ എന്തായാലും മരിക്കും. ബട്ട് ഐ വിൽ ഫിനിഷ് ദെയർ പീസ് ബിഫോർ ഡിപ്പാർട്ടിങ് ഫ്രം ദിസ് വേൾഡ്. അവരെ പീസ് ഞാൻ എന്തായാലും നിർത്തിയിട്ട് ഈ വേൾഡിൽ നിന്ന് ഞാൻ പോകും. അങ്ങനെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഐ വിൽ നോട്ട് വർക്ക് എനിമോർ ഇൻ ദ ഇൻഡസ്ട്രിയിൽ ഞാൻ വർക്ക് ചെയ്യൂല ഇനി. ഐ വിൽ ക്ലീൻ മൈ പേഴ്സണൽ ലൈഫ്. എല്ലാം സേവ് മൈ റെപ്യൂട്ടേഷൻ ആൻഡ് ദെൻ ഗെറ്റ് ബാക്ക് ടു ആക്ടിങ് കരിയർ. എല്ലാം ചെയ്തിട്ട് മാത്രമേ പുള്ളിക്കാരൻ ഇനി ഗെറ്റ് ബാക്ക് ആവൂ എന്നാണ് പറയണത്. പിന്നെ പറഞ്ഞ് ടിൽ ദെൻ മൈ മൂവീസ് ഓൺ ഗെറ്റ് റിലീസ്. അന്ന് വരെ എപ്പോഴാണ് അങ്ങേർക്ക് റെപ്യൂട്ടേഷനും എല്ലാ കാര്യങ്ങളും ക്ലീൻ ആവുന്നത് അതുവരെ അങ്ങനെ എന്തായാലും ഇനി സിനിമയിലോട്ടില്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. പിന്നെ പറഞ്ഞ് ഈവൻ മൈ പാരൻസ് വാണ്ടഡ് മീ നോട്ട് ടു മാരി ഇൻ ടു ദാറ്റ് ഫാമിലി. പാരൻസ് തന്നെ പറഞ്ഞായിരുന്നു ആ ഫാമിലിയിൽ മാരി ചെയ്യല്. ആൻഡ് ടുഡേ എവറിത്തിങ് ദേ ഫിയർഡ് ഹാസ് ഹാപ്പൻ. അവർ ഇതാക്കിയത് തന്നെ ഹാപ്പൻ ആയിട്ടുണ്ട്. For 23 years, I never had a black mark in my career. ഇതുവരെ ഇല്ലായിരുന്നു. ഐ ട്രസ്റ്റഡ് ദം കംപ്ലീറ്റ്ലി എന്നാണ് പറയുന്നത്. ഐ ഡോണ്ട് ഈവൻ ഹാവ് മൈ ഓൺ ബാങ്ക് അക്കൗണ്ട്. സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ല, എല്ലാം ജോയിൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടാണ് എന്നും പറഞ്ഞു. എവറിത്തിങ് വാസ് ജോയിൻഡ്. ഐ ഹാവ് ഫേസ്ഡ് ഇൻജസ്റ്റിസ് ഇൻസൈഡ് ദാറ്റ് ഹൗസ്. ഇൻജസ്റ്റിസ് ഒരുമാതിരി കാര്യങ്ങളാണ് ആ വീട്ടുകാരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഐ കാണ്ട് ഈവൻ ഫോക്കസ് ഓൺ വർക്കിലൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റൂല. പിന്നെ എല്ലാം ചെയ്ത് തീർത്തിട്ട് പീസ്ഫുള്ളായിട്ട് വന്ന് തിരിച്ച് ഇൻഡസ്ട്രിയിൽ വരണം. അങ്ങനെയാണ് പുള്ളിക്കാരൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഡസ് എനിവൺ റിയലി ഹാവ് ദ റൈറ്റ് ടു സ്പീക്ക് അബൌട്ട് മൈ പേഴ്സണൽ ലൈഫ് പബ്ലിക്കലി? ആർക്കെങ്കിലും റൈറ്റ് ഉണ്ടോ ഒന്നും അറിയാതെ ഇതെല്ലാം സംഭവിക്കുന്നത്? യു മേ ആക്ട് ബെറ്റർ ദാൻ മീ ബട്ട് ഡോണ്ട് ടച്ച് മൈ പേഴ്സണൽ ലൈഫ്. ഐ ആം വൊമിറ്റിംഗ് ബ്ലഡ്. ദേ ബാക്ക് സ്റ്റാബ് മീ. സ്വന്തമായിട്ട് അങ്ങനെ എന്തോ ചെയ്ത് ഭയങ്കര പ്രശ്നങ്ങളാണെന്ന് ഇതാക്കി നിന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞെന്നാ അങ്ങനെ കുറേ പിന്നെ കുത്തി അങ്ങനെയല്ല എന്തൊക്കെയോ പറയുന്നു. അങ്ങനെയൊക്കെ കുറേ ഇഷ്യൂകൾ നടക്കുകയാണ്. ബ്ലഡ് വൊമിറ്റ് ചെയ്യണം എല്ലാം പുള്ളിക്കാരൻ പറയും. പിന്നെ പറഞ്ഞ് ഐ വാസ് പ്രഷർഡ് ഫോർ മണി ആൻഡ് ഫോഴ്സ്ഡ് ഇൻ ടു ഡിസിഷൻ. പ്രഷറായിരുന്നു മണിക്ക് വേണ്ടി, എന്നിട്ടും ഞാൻ ഡിസിഷനിലെത്തി. ദേ മേഡ് മീ ഡു ഫിലിംസ് ഓൺലി വിത്തിൻ സർട്ടൻ പ്രൊട്ടക്ഷൻ ഈവൻ ആഫ്റ്റർ ഫെയിലിയേഴ്സ്. അതിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഐ കണ്ടിന്യൂഡ് എക്സ്പെരിമെൻറ്റിംഗ് വിത്ത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫിലിംസ് ഫോർ ഓഡിയൻസ്, ഈവൻ സ്പേസ് ഫിലിംസ്, ട്രൈങ് ടു ഗീവ് ഗുഡ് സിനിമ. അങ്ങനെയെല്ലാം നല്ല ഓഡിയൻസിന് വേണ്ടി ഞാൻ ചെയ്യാൻ വേണ്ടി കാത്തിരുന്ന് ഇതൊക്കെയാണ് ഇന്നലെ പറഞ്ഞത്. പക്ഷെ ഒരു വല്ലാത്തൊരു സാഡ് കാര്യമായിപ്പോയി. ബിക്കോസ് ഇതുവരെ ഇങ്ങനെ ആ പുള്ളിക്കാരനെ കണ്ടിട്ടില്ല. അത്രയ്ക്ക് വിഷമിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ വന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നല്ല ഹേർട്ടായിട്ടുണ്ട്. അവരെ നമ്മളെ പേഴ്സണൽ ലൈഫ് കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ആരും അവരെ കാര്യങ്ങളിൽ ഇടപെടാൻ വേണ്ടി പോവല്. അത് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാണ്. ബിക്കോസ് അവരത്രയും കഷ്ടപ്പെട്ടാണ്, അവർക്കേ അറിയാവോ അവരെന്താണ് ഗോൺ ത്രൂ ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് അവരാരും ഇടാക്കാനും പോകല്. പക്ഷെ ഇന്നലെ നല്ല വിഷമമായിരുന്നു പുള്ളിക്കാരൻ. എന്തായാലും എല്ലാം ശരിയാവട്ടെ.
അല്ലെങ്കിൽ ജസ്റ്റിസ് കിട്ടട്ട്, ഡൈവേഴ്സ് ആവട്ടെ, എന്താണെങ്കിലും അവർക്ക് അറിയാവൂ. പക്ഷെ ഇന്നലത്തെ ഇതായിരുന്നു ന്യൂസ്, വല്ലാത്ത സാഡ് ന്യൂസായിപ്പോയി. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലോ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വെച്ചോ, എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.